നമസ്കാരം. ആന വീണ്ടും ഇടഞ്ഞു. ഇപ്പൊ ആദിവാസികളെയാണ്, ദമ്പതികളെയാണ് ചവിട്ടിക്കൊന്നത്. എന്താണ് നമ്മളെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ക്ഷേത്രത്തിൽ ആനകൾ ഇടയുന്നു, അവിടെ ആളുകളെ കൊല്ലുന്നു. കാട്ടിൽ ആനകൾ ഇടയുന്നു. കാട് വല്ലാതെ ചൂട് കൂടുന്നു. ഇതൊക്കെ കുറേയൊക്കെ നാം ചെയ്തു വെച്ചതിന്റെ ദുരന്തങ്ങളും ഉണ്ട്, കുറച്ച് പ്രകൃതിയുടെ പ്രശ്നങ്ങളും ഉണ്ട്. അന്തരീക്ഷത്തിന് ചൂട് കൂടുന്നു, ആഗോളതാപനമാണ്, നല്ല ചൂടാണ്. സൂര്യന്റെ ചൂടിൽ വ്യത്യാസം ഉണ്ടാകുന്നു, സൂര്യപ്രകാശത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നു. പശ്ചിമഘട്ട മലനിരകളിലാകെ വലിയ തരത്തിലാണ് ഡീഫോറസ്റ്റേഷൻ നടന്നത്, പ്ലാന്റേഷൻ നടന്നത്. എവർഗ്രീൻ ഫോറസ്റ്റ് ഇല്ലാതാക്കിയത് വലിയ തോതിലാണ്. ആനത്താരകളൊക്കെ നമ്മൾ പലപ്പോഴും റോഡ് വെട്ടിയിട്ടുണ്ട്. ആനകൾക്ക് നടക്കാനുള്ള വഴികൾ നമ്മൾ ഇല്ലാതാക്കിയിട്ടുണ്ട്. അങ്ങനെ ആനകൾ കാട്ടിന് പുറത്ത് വന്ന്, കാട്ടിൽ ചൂട് കൂടുമ്പോൾ പുറത്തേക്ക് വന്ന് ആറ്റിൽ നിന്നൊക്കെ വെള്ളം കുടിക്കാൻ വരുന്നു. ആറ്റിൽ വെള്ളം കിട്ടാതെ വരുമ്പോൾ അവിടെയും വെള്ളമില്ലാത്ത സ്ഥിതി വരുമ്പോൾ കരയിലേക്ക് കയറുന്നു, മണ്ണ് വാരി പുറത്തിടുന്നു. വല്ലാതെ അസ്വസ്ഥത കാണിക്കുന്നു ചൂടിന്റെ ഭാഗമായിട്ട്. കാട്ടിനകത്തുള്ള കായ്കനികളിലൊക്കെ തിന്ന് ജീവിച്ചിരുന്ന, അല്ലെങ്കിൽ അവിടുത്തെ വലിയ ചെടികളും അത് മറ്റു വസ്തുക്കളും തിന്ന് ജീവിച്ചിരുന്ന ആനയ്ക്ക് ഭക്ഷണവുമില്ല. കാട്ടിൽ ഭക്ഷണമില്ല, വെള്ളമില്ല, ചൂട് കൂടുതലാണ്. സ്വാഭാവികമായി ആന നാട്ടിലേക്ക് വരുന്നു. വരുമ്പോഴോ ആനത്താരകളും വഴിത്താരകളും ഒക്കെ പല രൂപത്തിൽ നമ്മൾ മാറ്റിയെടുത്തിട്ടുമുണ്ട്. ഇനി കാട്ടിനകത്ത് വെച്ച് മരണം സംഭവിക്കുന്നു. കുറെ ആളുകൾ കാട്ടിനകത്ത് പോകുമ്പോഴും ആദിവാസികൾ പലരും കാട്ടിനകത്തേക്ക്, പഴയ കാലത്താണെങ്കിൽ ആദിവാസികൾക്ക് ആനയുടെ ശബ്ദവും ബഹളവും ഒക്കെ വളരെ കൃത്യമായി തിരിച്ചറിഞ്ഞ്, വന്യജീവികളുടെയൊക്കെ തിരിച്ചറിഞ്ഞ് അവതരിച്ച് അവർ രക്ഷപ്പെടുമായിരുന്നു. പക്ഷെ ഇപ്പൊ സാധാരണ ആളുകൾ മരിച്ചു പോകുന്നു. വളരെ കൃത്യമായ വന്യജീവി മനുഷ്യ ബന്ധങ്ങളെ സംബന്ധിച്ച് നമ്മൾ പഠനങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു. വന്യജീവി മനുഷ്യ ബന്ധത്തിൽ എങ്ങനെയാണ് ഒരു സൗഹൃദം കൊണ്ടുവരിക ജീവിതത്തിൽ, അത് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. കാടെന്ന ആവാസ വ്യവസ്ഥയിൽ നഷ്ടപ്പെട്ടു പോയ ആവാസ വ്യവസ്ഥ എങ്ങനെ നമുക്ക് തിരിച്ചു പിടിക്കാം, അതിനുള്ള പ്രവർത്തികൾ എന്താണ്? ശ്രീ ബിനോയ് വിശ്വം, CPIയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ബിനോയ് വിശ്വം അവർ നേരത്തെ മന്ത്രിയായിരുന്നു, എനിക്ക് നേരിട്ട് പരിചയമുള്ളതാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞു, അദ്ദേഹം മന്ത്രിയായിരുന്നു, വനം മന്ത്രിയായിരുന്നപ്പോൾ കുറച്ച് കിടങ്ങുകൾ, മഴക്കുഴികളുടെ വലിയ രൂപത്തിലുള്ള കിടങ്ങുകൾ, മഴക്കുഴികൾ തന്നെയാണ്, വലിയ രൂപത്തിലുള്ള മഴക്കുഴികൾ എടുത്തിട്ടിരുന്നു കാട്ടിനകത്ത്. അപ്പോൾ മഴവെള്ളം ഇറങ്ങി പിന്നെ ആനയെയും സംരക്ഷിക്കാൻ, ആന പുറത്തേക്ക് വരുന്നതും പ്രതിരോധിക്കാൻ കഴിഞ്ഞു എന്നൊക്കെ ഒരു പത്രത്തിൽ, മലയാള മനോരമ പത്രത്തിൽ ഒരു സ്റ്റോറി ചെയ്തിരുന്നു, കുറിപ്പായിട്ടിട്ടിരുന്നു. ഒരുപാട് ഞാനത് പറഞ്ഞത്, ഒരുപാട് നിർദ്ദേശങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. കിടങ്ങ് വയ്ക്കുക, ഫെൻസിങ് നടത്തുക, മഴക്കുഴി എടുക്കുക, ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട്. പക്ഷെ ഇതെല്ലാം ചെയ്യുമ്പോഴും കാടെന്ന ആവാസ വ്യവസ്ഥയ്ക്ക് വലിയ മാറ്റമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ പഠിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. കാട്ടാനകൾ നാട്ടിലേക്ക് വരുന്നു, കാട്ടുകുരങ്ങൾ വരുന്നു, കടുവ വരുന്നു, പുലി വരുന്നു, കാട്ടുപന്നികൾ വരുന്നു. വ്യാപകമാണ് കാട്ടുപന്നികൾ കേരളത്തിൽ കൃഷി നശിപ്പിക്കുന്നത്. എന്തുകൊണ്ട് അത് വരുന്നു? ഇത് നമ്മൾ ഗൗരവമായി ചർച്ച ചെയ്യണം. ചർച്ച ചെയ്യുകയും അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ, ഒരുപാട് സമിതികളുണ്ട് നമുക്ക്, വനസമിതി, വനസംരക്ഷണ സമിതി, ആദിവാസി സമിതി, ഒന്നിനും ഒരു കുറവുമില്ല. പക്ഷെ കാര്യങ്ങൾ അങ്ങോട്ടും മുമ്പോട്ട് നീങ്ങുന്നില്ല. അപ്പൊ എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും ഒരു വന്യജീവി മനുഷ്യ സൗഹൃദ പരമായ ഒരു കേരളം, ഈ ഫൈറ്റ് ഇല്ലാത്ത, കോൺഫ്ലിക്റ്റ് ഇല്ലാത്ത ഒരു കേരളത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. അതിനനുസരിച്ച് നമുക്ക് കൃഷിയെ രൂപപ്പെടുത്തേണ്ടതുണ്ട്. ഇപ്പൊ കാട്ടിനകത്തൊക്കെ ആനയ്ക്കൊക്കെ ചക്ക ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പ്ലാവ് വച്ചാൽ മാവിന് പ്ലാവിന്റെ ഇലയും ഇളം പ്ലാവിലെയൊക്കെ മാനിന് വലിയ ഇഷ്ടമാണ്. അപ്പൊ കാട്ടിൽ കൊണ്ട് പ്ലാവ് വയ്ക്കാന്ന് വിചാരിച്ചാൽ, ആനയെ രക്ഷിക്കാൻ, ആനയ്ക്ക് ഭക്ഷണം എന്ന് പറഞ്ഞ് പ്ലാവ് വയ്ക്കാന്ന് വിചാരിച്ചാൽ മാനിന് അത് വച്ച് വളരുന്ന പേരെ മാൻ എടുത്തുകൊണ്ട് പോകും. ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരു ജീവിക്ക് വേണ്ട ഒരു കാര്യം ചെയ്യാൻ മറ്റൊരു ജീവി അതിനകത്ത് വേറൊരു കാര്യം വരും. അപ്പൊ ഇങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഗവേഷകരും, നമ്മുടെ സയന്റിസ്റ്റുമാരും, സാധാരണ ജനങ്ങളും, ആദിവാസികളും, ഫോറസ്റ്റ് വകുപ്പും എല്ലാവരും കൂടി, പൊളിറ്റിക്കൽ ലീഡർഷിപ്പും എല്ലാവരും, വലിയ സമരമാണ് ഇപ്പം നടന്നത്. നിലമ്പൂരിലെ മുൻ MLA നേതൃത്വത്തിൽ സമരം നടന്നു, UDF നേതൃത്വത്തിൽ സമരം നടന്നു, യാത്രകൾ നടന്നു. ഇതൊക്കെ നടക്കട്ടെ. പക്ഷെ അതെല്ലാം നടക്കുമ്പോഴും, മലയോര സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള സമരങ്ങളും യാത്രകളും ഒക്കെ നടക്കുന്നു, അതെല്ലാം നടക്കട്ടെ. ഒരു വശത്ത് നടക്കുമ്പോഴും മൂർത്തമായ കാര്യപരിപാടികൾ, മൂർത്തമായ ഇടപെടലുകൾ നമുക്ക് ആവശ്യമുണ്ട്. അത് വന ആവാസ വ്യവസ്ഥയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അനുദിനമായ ക്ഷയവും മാറ്റവുമാണ്.
നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന ചൂടിൻ്റെ ഫലമാണിതൊക്കെ. നമ്മുടെ ജലസ്രോതസ്സുകൾ ഇല്ലാതാവുന്നതാണ്. അപ്പോൾ എങ്ങനെ പരമാവധി ജലസ്രോതസ്സുകൾ നമുക്ക് വീണ്ടെടുക്കാം? നമ്മളെ പുഴകളിൽ എങ്ങനെ വെള്ളം വരുത്താം? പുഴകളിൽ വെള്ളം വരുത്താൽ ആനകൾ ഇറങ്ങി പുഴയിൽ നിന്ന് കുടിച്ചിട്ട് തിരിച്ചു കയറി പൊക്കോളും. കരയിലോട്ട്, ഇപ്പുറത്തെ കരയിലോട്ട് കയറി വന്ന് ആരെയും ശല്യം ചെയ്യത്തില്ല. വലിയ നദികളിലും തോടുകളിലും ആനങ്ങനെ വെള്ളത്തിൽ കൂടെ ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് കയറി ആരെയും ഉപദ്രവിക്കാറൊന്നുമില്ല. ആന വെള്ളമില്ലാതെ കിടക്കുമ്പോഴാണ് അതിന് സുഖമായിട്ട് നടന്ന് കയറാൻ പറ്റുന്നത്. അപ്പോൾ ആറ്റിലെങ്ങനെ വെള്ളം വരുത്താം, നദിയിലെങ്ങനെ വെള്ളം വരുത്താം, പുഴകളിൽ എങ്ങനെ വെള്ളം വരുത്താം, കാടിനകത്തെ ജലസ്രോതസ്സുകളിൽ എങ്ങനെ വെള്ളം വരുത്താം. ഈ ഇടയ്ക്ക് ഞാനൊരു ചെറിയ വീഡിയോ കണ്ടായിരുന്നു. തമിഴ്നാട്ടിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വന്യമൃഗങ്ങൾക്ക് വേണ്ടി, ചെറിയ സാധാരണ മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, കാട്ടിനകത്തുള്ള വലിയ മൃഗങ്ങൾക്ക് വേണ്ടി വലിയ കിടങ്ങുകൾ ഉണ്ടാക്കി, കുളങ്ങൾ ഉണ്ടാക്കി, അതിനകത്തേക്ക് വെള്ളം നിറയ്ക്കും. ടാങ്കർ ലോറി, പകൽ സമയം അതിനകത്തേക്ക് കൊണ്ട് ടാങ്കർ ലോറിയിൽ വെള്ളം നിറയ്ക്കും ഒരു പ്രത്യേക സമയത്ത്. അത് ക്യാമറ വെച്ച് മോണിറ്റർ ചെയ്യുന്നുമുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം കുറെ കഴിഞ്ഞ് വന്യമൃഗങ്ങളൊക്കെ വന്ന് വെള്ളം കുടിച്ചുകൊണ്ട് പോകുന്നുമുണ്ട്. അവരപ്പോൾ നാട്ടിലേക്ക് ഇറങ്ങുന്നില്ല. ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണ്, പക്ഷേ വളരെ വിജയകരമായി തമിഴ്നാട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുന്നിൽ ചില മാതൃകകളുണ്ട്, ചില രീതികളുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് എങ്ങനെ പരമാവധി രക്ഷപ്പെടുത്തിക്കൊണ്ട്, നമ്മുടെ സംവിധാനങ്ങളെ മെച്ചപ്പെടുത്തിക്കൊണ്ട്, കാടെന്ന ആവാസ വ്യവസ്ഥയെ മെച്ചപ്പെടുത്തിക്കൊണ്ട്, ജലസ്രോതസ്സുകളെ തിരിച്ചു പിടിച്ചുകൊണ്ട്, കാട്ടിൽ കൂടുതൽ ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉള്ള അത്തരത്തിൽ ഭക്ഷ്യ വസ്തുക്കൾ കാട്ടിൽ കൂടുതൽ കൃഷി ചെയ്യുന്നതെന്ന് ഞാൻ പറയുന്നില്ല. നാട്ടിൽ കൃഷി ചെയ്യുമ്പോൾ കൃഷി ചെയ്യലല്ല, അല്ലാതെ നട്ടുപിടിപ്പിച്ചുകൊണ്ട് തീർച്ചയായിട്ടും കാട്ടിലെ മൃഗങ്ങൾക്ക് കൂടി എങ്ങനെയാണ് ജീവിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ അപകടം പറ്റിപ്പോയാൽ അവർക്കാവശ്യമായ മറ്റ് സംവിധാനങ്ങൾ, മരിച്ചുപോയാൽ മറ്റ് ചികിത്സയൊന്നും കൊടുക്കാൻ കഴിയില്ല, അല്ലാതെ തന്നെയുള്ള പാക്കേജുകൾ തീർച്ചയായിട്ടും ഇത് പ്രഖ്യാപിക്കേണ്ട സമയമായി. ആന എന്ന് പറയുന്നത് ഉത്സവങ്ങൾക്ക് കൊണ്ടുപോയി അവിടെയും ഇടയുകയാണ്. ആനയ്ക്കൊന്നും ഈ ചൂടൊന്നും സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആനയുടെ പരിപാലനത്തിലും വന്യമൃഗങ്ങളുടെ പരിപാലനത്തിലും പുതിയൊരു കാഴ്ചപ്പാട് കേരളം രൂപപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അതുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.